ഹലോ, ഇന്നലെ ഞാൻ റോസച്ചെടികൾ കാണിച്ചപ്പം നമ്മുടെ ഓർക്കിഡ് റോസിനെ കാണിക്കാൻ വിട്ടുപോയി. ഇത് കണ്ടോ, ഓർക്കിഡ് റോസിലും പൂവുണ്ടായി വരുന്നുണ്ട്. മഴ പെയ്തപ്പം ഇതിനകത്തെല്ലാം എല്ലാ ചട്ടികളിലും കളകൾ പിടിച്ച്. ഇത് കണ്ടോ, മൊത്തം കളയാണ്. ഇനി ഇതിനെല്ലാം പറിച്ച് കളഞ്ഞ് നമുക്കിതെല്ലാം റീപ്ലാന്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ രജനീഗന്ധയുടെ തൈ എന്താ ഇഷ്ടംപോലെ തൈ ആയിട്ടുണ്ട്. മൊട്ടിൻ്റെ ഒരു കൊല വന്നിട്ടുണ്ട്, പൂമൊട്ടിൻ്റെ. പൂവായില്ല. 2 ചട്ടിയിലുണ്ട് രജനീഗന്ധി, 2ലും ഇഷ്ടംപോലെ തൈകളായിട്ടുണ്ട്. അതും നമുക്ക് റീപ്ലാന്റ് ചെയ്യണം. പിന്നെ ഇത് കണ്ട, ഒരു കുഞ്ഞ് കാന്താരി ചെടി. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് വീഡിയോ പിടിക്കാൻ കയറിയത് മുളകിൻ്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ റോസപ്പൂ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ നിന്ന് കൊണ്ടങ്ങ് തുടങ്ങി വെച്ചു. ഒരു കാന്താരി തൈ ഉണ്ട്, ഇതിനെ റീപ്ലാന്റ് ചെയ്യണം. ഇതൊരു ചെറിയ പോട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ മുളകിൻ്റെ ഒരു ചെറിയൊരു ഇത് കണ്ട, ടെറസിലാണ്. 600 സ്ക്വയർ ഫീറ്റ് ടെറസാണ് എനിക്കുള്ളത്. വേണ്ട, ഇവിടെ തുടങ്ങി ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു 5-6 മൂട് മുളകുണ്ട്. അതിൽ ഫസ്റ്റ് കാന്താരി വേണ്ട, കാന്താരി ആയിട്ടുണ്ട്. നമുക്ക് പറിക്കണം. നാട്ടിയന്തേ കൊടുക്കാനുള്ളതാണ് കാന്താരി, അതുകൊണ്ടാണ് പറിക്കാതെ നിർത്തിയേക്കുന്നത്. ഒരു മുളക് ചെടി. പിന്നെ നീലമുളകിൻ്റെ ഒരു ചെടി പൂത്തിട്ടില്ല, കായ്ച്ചിട്ടില്ല. എന്നാലും ഞാൻ കാണിച്ചേക്കുക. 2 മൂടുണ്ട് നീലമുളക്. പിന്നെ ബജിമുളകാണ് എപ്പോഴും കൺകുളിർമ. ഇത് കണ്ട, 1 മൂട്, 2 മൂട്. താഴോട്ട് നിൽക്കുന്നതുകൊണ്ട് മുളകിനെ അങ്ങനെ കാണിക്കാൻ. ഇത് കണ്ട, ഇത് 3ാമത്തെ മൂട. പഴുത്തിട്ടുണ്ട് മുളക്. 1-2 പേര് ബജിമുളകിൻ്റെ വിത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പഴുത്തതിനെയൊക്കെ നമുക്ക് വിത്തിനെടുക്കാം. പിന്നെ പച്ചമുളകിൻ്റെ 2ാമത്തേത് വേണ്ട. ഇത് തെർമോക്കോളിൻ്റെ ഒരു ബോക്സാണ്. ഞാൻ ഇതിനകത്ത് മുളകടി പാകി നിർത്തുന്ന ഇതിലായിരുന്നു. അതിൽ തന്നെ ഒരു മാങ്ങാഞ്ചിയും കിളുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബക്കറ്റിൽ നിൽക്കുന്ന മുരിങ്ങ. പിന്നെ ചെറിയൊരു ഡ്രമ്മിൽ നിൽക്കുന്ന മധുരാമ്പഴമാണ്. മധുരാമ്പഴങ്ങ എപ്പോഴും നമ്മളങ്ങ് പറിച്ചെടുക്കും. പിള്ളേരാണെങ്കിലും ഞാനാണെങ്കിലും ഉണ്ടായി വരുന്ന എല്ലാം അങ്ങ് പറിച്ച് അങ്ങ് തീർക്കും. പൂത്തതേ വീണ്ടും കായായിട്ടുണ്ട്. ഇതുവരെ നമുക്ക് പഴുത്ത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഒരു നിർത്ത് നമുക്ക് പഴുപ്പിക്കുകയാണ്. അപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം എന്താ നല്ല വലിപ്പം വയ്ക്കുന്നതാണ് അന്നേരമാണ് മനസ്സിലായത്. ഒരു ഇവിടെ നിൽക്കുന്നുണ്ട്. 4ാമത്തെ മൂട് ബജിമുളകാണേ. ഇത് കണ്ടോ, ഇതിലും നന്നായിട്ടുണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചുമയ്ക്കൊക്കെ എടുക്കുന്ന ഇരുവേലി എന്ന് പറയത്തില്ലേ, ചുമക്കുറുക്ക എന്ന് പറയുന്ന സംഭവം, അതാണ്. നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനാണ് ഇത് കൂടുതൽ ഞാനിവിടെ എടുക്കുന്നത്. കാരണം കിഡ്നി സ്റ്റോണിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞത്. എനിക്ക് ചെറുതായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കും. പിന്നെ കാന്താരി ചെടി അടുത്തത് 3ാമത്തെ മൂടാണിത്. പിന്നെ 4ാമത്തെ മൂട്. ഇതിലൊരു മഞ്ഞളിപ്പുണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇതിനെ മാറ്റി നടണമെന്നൊക്കെ വിചാരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് നിൽക്കുന്നത്. ഇതിനകത്തൊന്ന് മാറ്റണം. പിന്നെ ഒരു വലിയ ബക്കറ്റിൽ ലെമൺ വൈൻ നിൽക്കുന്നുണ്ട്. ലെമൺ വൈൻ്റെ ചുവട്ടിൽ നമ്മുടെ ഒടിച്ചുകൂട്ടി ചീര, പൊന്നാങ്കണ്ണി എന്നൊക്കെ പറയും, അതുമുണ്ട്. എനിക്ക് 2 ടൈപ്പ് പൊന്നാങ്കണ്ണിയുണ്ട്. വലിയ ഇലയാവുന്ന ടൈപ്പുണ്ട്. അതിന്ന് മുയലും കൂട് തുറന്ന് കിടക്കുമായിരുന്നു. മുയൽ ചാടി എല്ലാം കടിച്ച് തീർത്തത്. കാണിച്ചു തരാം. ഇത് കണ്ട, ഇതിൻ്റെ ഇല കുറച്ചുകൂടെ വലിയ വലിപ്പം വയ്ക്കുന്ന ടൈപ്പാണ്. പിന്നെ ഇത് കണ്ട, ഇതെല്ലാം കാന്താരി. 2 ചട്ടിയിൽ കാന്താരി ഉണ്ട്. 2നും മഞ്ഞളിപ്പാണ്. അത് തന്നെ നമുക്ക് മാറ്റി നടാം. ഈ എന്തോ പറയണ്ട, സൂക്ഷ്മമൂലകങ്ങൾ, അതായത് പിന്നെ മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവാണ്. പിന്നെ നമുക്ക് ഈ മാറ്റി നടാം. മെയിനായിട്ടും മഗ്നീഷ്യത്തിൻ്റെയും നൈട്രജൻ്റെയൊക്കെ കുറവ് വരുമ്പോഴാണ് ഇലയ്ക്ക് മഞ്ഞളിപ്പ് വരുന്നത്. അപ്പം ഞാൻ മാറ്റി നടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം വീഡിയോ പിടിക്കുന്നത് ഞാൻ തന്നെ. ഇന്ന് മോളില്ല, സ്കൂളിൽ പോയിരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ക്യാറ്റ് ഫീഡ് വന്ന
കിച്ചൺ ഫുഡ് വന്ന ചാക്ക് ഇത് കണ്ടോ, ഒരു ചാക്കുണ്ട്. അതിൻ്റെ ഞാൻ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആ ചട്ടി നിൽക്കുന്നതിനെ നമുക്ക് ഇതിലോട്ട് റീപ്ലാന്റ് ചെയ്യുവാണെങ്കിൽ ആ ചെറിയ പോട്ടിലിരിക്കുന്ന പിന്നെ കാന്താരി ചെടി ഇതിലോട്ട് കിളിപ്പിച്ച് വെക്കാം. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാ. ഞാനത് ചെയ്ത് കഴിയുമ്പം കാണിച്ചു തരാവേ. റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ ക്യാറ്റ് ഫീഡ് വന്ന ചാക്കിനകത്ത്, പ്ലാസ്റ്റിക് ചാക്കിനകത്താണ് അതിനെ റീപ്ലാന്റ് ചെയ്തത്. അതിനെ ഒഴിവാക്കിയ ചട്ടി ഈ ചട്ടിയായിരുന്നു. അതിലേക്ക് ആ കുഞ്ഞി പോട്ടിൽ നിന്ന് കാന്താരി ചെടിയും കിളിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കാന്താരി ചെടി പാകിയിരുന്ന ചട്ടിയിൽ അടീനിയത്തിൻ്റെ വിത്ത് പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റീപ്ലാന്റ് ചെയ്തപ്പോൾ അത് കണ്ടോ, അടീനിയം വിത്തുകൾ കിളിച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടോ അതിനൊരു ഇളക്കം തട്ടി. അതിന് നന്നാവുമെന്ന് അറിയത്തില്ല. 1-2 പ്ലാന്റ് കുഞ്ഞു പ്ലാന്റ് വേറെ ഉണ്ട്, കണ്ടോ. അതിനൊന്നും വലിയ പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ റീപ്ലാന്റ് ചെയ്ത ചട്ടിക്കകത്ത് മൊത്തം ഞാനിതുപോലെ കല്ലും പൊട്ടി ടൈലും എല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ, എൻ്റെ കോഴികൾ എൻ്റെ എല്ലാ ചട്ടികളും നോക്കിയാൽ അറിയാൻ പറ്റും. കണ്ടോ ഇതുപോലെ കല്ലുകളുണ്ട്, കണ്ടോ. ഈ എൻ്റെ കോഴികളെല്ലാം പറന്ന് ടെറസിൽ കയറും. ഇവിടെ ഇങ്ങനെ ചെടികൾ വെച്ചേക്കുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അതുങ്ങൾക്ക് ഇവിടെ നിന്ന് ചെകഞ്ഞ് തിന്നാനായിട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാം കയറി ഇങ്ങനെ കാലിന് ചെകഞ്ഞ് പറിച്ചൊടിച്ച് കളയും. അത് കാരണം ഈ കല്ല് വെച്ചാൽ കുറച്ച് ഇതിനകത്തോട്ട് കയറുന്നത് കുറച്ച് ഒഴിവായി കിട്ടും. അതിന് വേണ്ടിയാണ് ഞാൻ ഈ കല്ലിങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ അതേ കുഞ്ഞു കറ്റാർവാഴകളൊക്കെ നിൽക്കുന്നതുണ്ടോ, അത് ഇന്നലെ ഞാൻ പൊട്ടിലാക്കിയതാണ്, കാണിച്ചിരുന്നല്ലോ വീഡിയോയിൽ. അതാ സംഭവം. ഇതേ കണ്ടോ, ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു വിശേഷം, കഴിഞ്ഞ ദിവസം നമ്മൾ പയറ് കിളിപ്പിച്ചിരുന്നില്ലേ, ആ പയർ മണികൾ ഇതേ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, കോഴി കയറിയ കോഴിക്ക് ഒന്ന് കൊത്താനേ ഉള്ളൂ. ഈ വെള്ള കളറിൽ പാട് കാണുന്ന എല്ലാം മുളയാണ്. ചിലത് ഇങ്ങനെ ഇല വിരിഞ്ഞിട്ടുണ്ട്, കണ്ടോ. ഇല വിരിഞ്ഞ് അടാ, ഒന്നിൻ്റെ മണ്ട ഒടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഒരു പോട്ടിൽ ഞാൻ കുറ്റിമുല്ലയുടെ തൈ കിളിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഇതാണ് കേട്ടോ. വേണ്ട പയറ് അമ്പഴത്തിൻ്റെ ചോട്ടിലുമൊക്കെ പയറ് പാകിയ വിത്ത് പോട്ട് കൊണ്ട് വെച്ചിരുന്നു. അതെല്ലാം ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ. താങ്ക് യു.